ഇവന്മാരൊക്കെ എന്തു ഈ കാണിക്കുന്നത്? നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ അല്ല നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് പറയില്ലേ, ഞങ്ങൾ സ്വീപ്പായി പോകും. വെക്കല്ലേ വെക്കല്ലേ. ചെറിയൊരു പ്രശ്നം. ചെറിയ പ്രശ്നം? ചെറിയ പ്രശ്നമൊക്കെ നമുക്ക് പരിഹരിക്കാടോ. അതെ, നമുക്ക് എന്ന് ഷൂട്ടിന് തരാറുള്ള വീടില്ലേ, അതിപ്പോൾ അയാൾ തരില്ല. അതെന്താ? അതെന്താന്ന് വെച്ചാൽ തരില്ല. എടോ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളെ മോൾ ഇന്നലെ രാത്രി ആരോ കൂടി ഒളിച്ചോടി പോയി. ഒളിച്ചോടി പോയാൽ മോളെ കണ്ടുപിടിച്ച് കൊടുക്കാൻ നമുക്ക് പറ്റൊന്നുമില്ലല്ലോ. ബാക്കപ്പ് പറയാനോ? ക്യാമറ റെന്റ്, ആർട്ടിസ്റ്റ് ബാറ്റ, ഇതെല്ലാം കുഴയും. അതെ, സാധനം ഇറക്കട്ടാ, എനിക്ക് കാപ്പി ഉണ്ടാക്കാനുള്ളതാ. അടങ്ങിന്റെ സുഗുണ, ഞാൻ കൺട്രോൾ ചെയ്യട്ടെ. അവസാനം കാപ്പി കിട്ടിയില്ലെന്ന് കുറ്റം പറയരുത്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? താൻ പോയി വേറൊരു വീട് കണ്ടുപിടിക്കണം. ഞാൻ ഡയറക്ടറാണ്, ഞാൻ വീടൊന്നും കണ്ടുപിടിച്ചാൽ ശരിയാവില്ല. എടോ, ഈ ചെലവാകുന്ന പണം മുഴുവൻ താൻ കൊടുക്കുവോ? പോയി വീട് കണ്ടുപിടിക്കാം. ഒരു ഡയറക്ടറിന്റെ കടമയാണ് വീട് കണ്ടുപിടിക്കാനുള്ളത്. എന്നാലും ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇവരെന്നും കണ്ട് സംവിധാനം പഠിച്ചോളയല്ലേ മോളെ. എന്റെ പൊന്നു മൊയ്തീനെ, നമ്മൾ എങ്ങനെ സിനിമ ഷൂട്ട് ചെയ്യും വീടില്ലാതെ? സാറേ, ഞാനൊരു കാര്യം പറഞ്ഞത് മനസ്സിലാക്കി. ഇന്നലെ അയാള് ഓക്കെ പറഞ്ഞതാ വീട്, ഇന്ന് രാവിലെ ഷൂട്ടിങ്ങിന് തരാന്ന് പറഞ്ഞ. എന്റെ കഷ്ടകാലത്തിന് ആ വീട്ടിലെ പെണ്ണ് ഇന്നലെ രാത്രി ആരോ ഒരുത്തിന്റെ കൂടെ ഒളിച്ചോടി പോയി. അതിന്റെ കുറ്റാണോ? എടാ, നിന്റെയൊക്കെ സ്വഭാവ ദൂഷ്യം കൊണ്ടായിരിക്കും നമുക്ക് സംഭവിച്ചത്. എന്ത് സ്വഭാവ ദൂഷ്യം? അയാളിപ്പോ പറഞ്ഞ ഷൂട്ടിങ്ങിന് തന്നെ അയാളെ ഭാര്യയും കൂടി ഒളിച്ചോടി പോകുന്ന. മാമ ഇവിടെ ഷൂട്ടിങ്ങിന് അവിടെ വീട് കിട്ടുമോ? കിട്ടും. ആയിക്കോട്ടെ കേട്ടോ. നിങ്ങൾ കാര്യം മനസ്സിലാക്കി. അപ്പൊ നിങ്ങൾക്ക് ഞാൻ വീട് ഒപ്പിച്ചെന്നാ പോരെ? എടാ, ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, ഒരുപാട് ആൾക്കാർ അവിടെ ഷൂട്ടിന് വേണ്ടി വന്നിരിക്കുന്നു. വീട് നോക്കി, മുരിങ്ങൊക്കെ തൂങ്ങി കിടക്കുന്ന നല്ല വീടാണല്ലോ, അടിച്ചുപൊളി വീട്. മുരിങ്ങൊക്കെ തൂങ്ങി സാമ്പാർ വെക്കാനല്ല, സിനിമ ഷൂട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഇത് പറ്റൂല. എടാ, എന്റെ ഫ്രെയിം ഇതൊന്നും അല്ലേ, എന്റെ കൺസെപ്റ്റിലുള്ള വീട് തന്നെ. പിന്നെ മാവുള്ള വീടായാലോ? എടാ, എന്റെ പൊന്നു മുഖത്തിന് എന്നെ കൊണ്ട് നീ പറയിപ്പിക്കണ്ട. നീ ഒറ്റ കാരണം ഞാൻ ശരിയാക്കി തരാം. ഞാൻ വെറുതെ ആണ് ഇതൊക്കെ ആയിട്ട് നടക്കണേ. നിങ്ങൾ മനസ്സിലാക്കി. ഇതുകൊണ്ട് നടന്നിട്ട് യാതൊരു പ്രയോജനമില്ലടാ. ഇതുകൊണ്ട് നടന്നിട്ട് ഒരു പ്രയോജനമില്ല. കാര്യം മനസ്സിലാക്കണം. നായകൻ വിളിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസർ വിളിച്ച് ചീത്തം വിളിക്കും. നിന്റെ സഹോദരൻ വിളിക്കും. ഈ വീട് വെച്ചില്ല നിങ്ങൾക്ക്? കർത്താവേ, ഞാൻ ഇനി എങ്ങനെ ഷൂട്ട് ചെയ്യും? ഈ വരുന്ന ആൾക്കാരൊക്കെ ഞാൻ സമാധാനം പറയടാ. മടുത്തടി സാറേ, അങ്ങോട്ട് നോക്കി. ആ വീട് വെച്ചോ? ഈ വീടാ? സാറായിട്ട് ജനവാതില് ഗേറ്റ് പറ്റൂല. വീട് കുഴപ്പമില്ല, പക്ഷെ കിട്ടുമെന്നാണ് ഉറപ്പ്. കിട്ടുമെന്ന് ഞാൻ ചോദിച്ചു നോക്കണം. നീയാ? ഞാൻ ചോദിക്കും, എനിക്ക് ഉറപ്പില്ലല്ലോ, ഞാൻ ചോദിക്കുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഷൂട്ട് ചെയ്യാം അല്ലേ? ആദ്യം നീ അവിടുത്തെ പോയി ചോദിക്കും, വീട് കിട്ടുമെന്ന് ചോദിക്കും. വീട് കിട്ടുമെന്ന് ചോദിക്കാം. ഇനി ഇവിടെ ചോദിച്ചു നോക്കല്ലേ? ഞാൻ ചോദിച്ചോളാം. നീ പോയി ചോദിച്ചു. ആയിക്കോട്ടെ. വീട് അമ്മച്ചി, ഈ വീട് ആരുടെ ആണല്ലേ? ഷൂട്ടിങ്ങിനൊക്കെ കിട്ടുമോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. നല്ല അമ്മച്ചി. ഓ എന്റെ ദൈവമേ, ഇവിടെ ഒളിച്ചോടി പോണ പട്ടിയുണ്ടോന്ന് അല്ല കുട്ടിയുണ്ടോന്ന് ചോദിച്ചു നോക്കണം ആദ്യം. ഏയ്, ഇവിടെ ആരുണ്ടോ? നടന്നില്ല. എടാ, വൃത്തിയായിട്ട നീ അവിടെ പോയപ്പോഴും എനിക്കത് നടക്കൂലെന്ന്. കർത്താവ്, എനിക്കിത് പായ്ക്ക പറയേണ്ടി വരുമല്ലോ. ആക്ഷനും കട്ട് ഇങ്ങക്കുള്ളതാണെങ്കിൽ ഈ വീട് മൊയ്തീനുള്ളതാ. മൊയ്തീനെ വീട് കിട്ടിയാ? സത്യം പറയാനല്ലോ, യു ആർ എ ബ്രില്യന്റ് കൺട്രോളർ. എനിക്കറിയാതെ നീ പോയി കിട്ടുമെന്ന്. സത്യം. കുറച്ച് നേരത്തെ നിങ്ങൾ ഇങ്ങനെയൊന്നല്ലോ പറഞ്ഞത്. അല്ല, എനിക്ക് മൊയ്തീനെ എന്തും പറയാം, നമ്മുടെ ബന്ധം അങ്ങനല്ലേ. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് വളരെ ഡീസന്റ് മനുഷ്യൻ ഓഡിറ്റർ ദിവാങ്കര സാറിന്റെ വീടാ. അയാൾ ഒരു ഒറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ, ഇത് നിങ്ങൾ സ്ഥിരം ഷൂട്ടിങ്ങിന് കൊടുക്കുന്ന പോലെ വൃത്തികേടാക്കരുത് വീട്. അതൊന്നും നിങ്ങളുടെ കാര്യം ചെയ്യും. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വിളിക്ക്. ഷൂട്ട് ബാക്കിയുള്ള വിളിക്ക്. നിങ്ങൾ വീടൊക്കെ നോക്കിക്കോളി. ഞാൻ വിളിച്ചു എല്ലാം വിളിക്ക്. ഹലോ ഹലോ, എടാ ഫോൺ എടുത്തിട്ട് മിണ്ടാതിരിക്കില്ല, ഒന്ന് പറയാ. ചെവിയിലോട്ട് വെക്കടാ. ഹലോ, വാ വീട് റെഡി.